സെലിബ്രിറ്റി ആ ജാടയാണോ എന്നൊക്കെ ചോദിച്ച പലരുമുണ്ട്. ഓഫ് കോഴ്സ് അതല്ല. ഞാൻ ആൾക്കാരിലേക്ക് പോകുമ്പം കുറച്ചൊക്കെ ആൾക്കാരെ മനസ്സിലാക്കിയിട്ട് സംസാരിക്കുള്ളൂ. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ വന്ന ഒരു ലൈഫ് അങ്ങനെയാണ്. ഞാൻ പറഞ്ഞ കുറെ കാര്യത്തിൽ ഞാൻ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. പലരിൽ നിന്നും പല മോശ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഇപ്പോൾ ഒരാളെ സങ്കടം കണ്ടിട്ട് കണ്ണീരൊപ്പം പോയി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് എനിക്ക് ജീവിതത്തിൽ അത്രയും മറക്കാൻ പറ്റാത്ത അനുഭവം തന്നു പോയ ആൾക്കാർ വരെയുണ്ട്. ഇപ്പം ഞാൻ അത്രയും ചിന്തിക്കും ലൈഫിൽ ഒരാളോട് സംസാരിക്കുമ്പോൾ. ഇപ്പം എൻ്റെ അമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മയൊക്കെ നല്ല ബുദ്ധിമുട്ടി വന്ന ഒരാളാണ്. കുറെ എന്താ പറയുക സ്ട്രഗിളൊക്കെ ചെയ്തു വന്ന ഒരാളാണ്. ആള് കരയുമ്പം എനിക്ക് ഭയങ്കര വിഷമമാണ്. അപ്പം അതേപോലെ എൻ്റെ മുമ്പിൽ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അത് കരയുമ്പം എനിക്ക് എൻ്റെ അമ്മയെ ഓർമ്മ വരും. അപ്പം ഞാൻ അതിനു വേണ്ടി സഹായിക്കാൻ പോകും. കുറേയൊക്കെ ഞാൻ ചെയ്യുന്നത് കൊണ്ട് ആൾക്കാർക്ക് നല്ലത് വന്നിട്ടുണ്ട്. പക്ഷെ ഈ ചില ആൾക്കാർക്ക് ഞാനിങ്ങനെ സഹായിക്കാൻ പോയി എന്നെ കൊണ്ട് പറ്റുന്നത് ചെയ്തിട്ട് എനിക്ക് തിരിച്ച് പണി കിട്ടിയിട്ടുണ്ട്. തീരെ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത, ഇപ്പോഴും കുറേ ലൈഫിൽ കുറേ ചേഞ്ച് ആയിട്ട് പോലും ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. കുറേ ആണായാലും പെണ്ണായാലും കുറേ ബുദ്ധിമുട്ട് എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതാ പറഞ്ഞ ഭയങ്കര സെലക്റ്റീവാണ്. ആൾക്കാരുടെ അടുത്ത് പെരുമാറുമ്പോഴും സംസാരിക്കുമ്പോഴും ചിന്തിക്കും കുറേ. ഇനി അങ്ങനെ ഒരു അബദ്ധം വരാനോ മറക്കാൻ പറ്റാത്ത അനുഭവം കിട്ടാനോ പാടില്ല.